മുട്ടുതേയ്മാനമുള്ളവർ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാമോ? നമ്മുടെ മുട്ടുതേയ്മാനം സീരീസിലെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനാണ്. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മുട്ടുതേയ്മാനമുള്ളവർ ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ നിലത്തിരിക്കുമ്പോൾ നമ്മുടെ മുട്ടില്ലേ, അതിൻ്റെ തൊടയിലും കാലിലും കൂടെ ഒരയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ചെറുപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുട്ട് നിലത്തൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. അത് എല്ലും തമ്മിൽ ഒരയില്ല. അപ്പോൾ നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പക്ഷേ പ്രായമായി മുട്ടുതേയ്മാനം വന്നു കഴിഞ്ഞാൽ ആ കാർട്ടിലേജ് ഓൾറെഡി തേഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും 90 ഡിഗ്രിയേക്കാളും മടങ്ങി നിലത്തിരിക്കുമ്പോൾ ആ എല്ലും തമ്മിൽ ഒരയുകയും കാർട്ടിലേജ് കൂടുതൽ തേഞ്ഞു പോവുകയും ചെയ്യുന്നു. മാത്രമല്ല, രണ്ട് എല്ലുകളുടെയും നടുക്കിലുള്ള വാഷർ മെനിസ്കസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ മുട്ടുമടക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടാനും പെട്ടെന്നുള്ള അസഹനീയമായ വേദനയ്ക്കും അത് കാരണമാകുന്നു. അപ്പോൾ മുട്ടുതേയ്മാനം ഉള്ളവർ ഒരിക്കലും നിലത്തിരിക്കരുത്, ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കരുത്. എല്ലാവരും യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതോ അതേപോലെ എന്തെങ്കിലും സംവിധാനങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതോ ആണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യൂ. മുട്ടുതേയ്മാനത്തിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.